വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രിലിമിനറി എക്സാം നമുക്ക് മെയ് മാസത്തിലാണ് വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ നമ്മൾ മെയിനായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിങ് ബേസിക് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. നമ്മളിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുവരെയാണിപ്പോൾ അക്കൗണ്ടിങ് എത്തി നിൽക്കുന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ എല്ലാം ഒരു നോട്ട്സ് എഴുതി സൂക്ഷിക്കുക. പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായതെല്ലാം തന്നെ നോട്ട് എഴുതി തന്നെ പഠിക്കുക. എക്സാം ആകുന്ന സമയത്ത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ക്ലാസ് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകളെല്ലാം എല്ലാവരും ഒന്ന് കാണുക. അതിനുശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കമ്പനിയെക്കുറിച്ചാണ്. കമ്പനി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയെക്കുറിച്ചുള്ള അക്കൗണ്ട്സ്, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ കമ്പനി എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ കമ്പനി എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്പനി മീൻസ് ആൻ അസോസിയേഷൻ ഓഫ് സം പേഴ്സൺസ് ഹു ടേക്ക് ദെയർ മീൽസ് ടുഗദർ. ജനറലി ദ വേർഡ് കമ്പനി മീൻസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അലോങ് വിത്ത്. Thus, number of persons united for carrying on anything is known as company. അതായത് കുറച്ച് പേര് ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക ആണെങ്കിൽ നമുക്കതൊരു കമ്പനിയാണെന്ന് പറയാം. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, അല്ലേ? കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്. ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷനാണ് കമ്പനി. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ഒരു കമ്പനി എന്ന് പറയുന്ന സമയത്ത് അത് ക്രിയേറ്റഡ് ബൈ ലോ ആണ്, നിയമപ്രകാരം ഉണ്ടായിട്ടുള്ളതാണ് ഒരു കമ്പനി. ദർ ഈസ് പെർപെച്വൽ സക്സഷൻ. വാട്ട് ഈസ് പെർപെച്വൽ സക്സഷൻ? കണ്ടിന്യൂസ് ഓഫ് എക്സിസ്റ്റൻസ്, അതിന് സ്ഥായിയായ ഒരു നിലനിൽപ്പുണ്ടായിരിക്കും. അതുപോലെ കോമൺ സീൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉള്ളതിനെയാണ് നമ്മളൊരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. Companies Act 2013 defines a company as a company registered under this Act or under the previous Companies Act. Companies Act 2013 പ്രകാരം ഫോം ചെയ്തിരിക്കുന്നതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. കമ്പനിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്. ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓർ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. It has perpetual succession, that is continuous existence. It is an artificial person created by law. The liability of the shareholders is limited to the extent of value of shares held by them. The liability of the shareholders is limited to the extent of the value of shares held by them. It has a common seal. It is managed by board of directors. കമ്പനി മാനേജ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദ ഷെയർസ് ഓഫ് ദ കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. നമുക്ക് കമ്പനിയുടെ ഷെയർസ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓ 1 lakh rupees 1 lakh, while a public company must have a minimum paid up share capital of rupees 5 lakh. അപ്പോൾ ഇത്രയും നമുക്കൊരു കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് വാട്ട് ഈസ് ഷെയർ ക്യാപിറ്റൽ എന്നതാണ് നോക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ, the capital of a company is called share capital. The share capital of a company is divided into small equal units. Each unit is called a share. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെ നമ്മൾ പല യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ യൂണിറ്റിനെയും നമ്മൾ എന്താണ് പറയുന്നത്? ഷെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ എ പേഴ്സൺ ഹൂ ബൈസ് ദ ഷെയർ എന്തായിരിക്കും നമ്മൾ വിളിക്കുക? ഷെയർ ഹോൾഡർ ഓർ മെമ്പർ ഓഫ് ദ കമ്പനി എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? Thus, the amount invested by shareholders towards the face value of shares are collectively called share capital. Shareholders invest ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെ നമ്മൾ collectively
കോൾഡ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്? ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. ഷെയർ ക്യാപിറ്റലിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ക്യാപിറ്റൽ. ഇനി ഇത് ഓരോന്നും എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. The capital with which a company is registered is called authorized capital. It is the amount mentioned in the memorandum. It is the maximum amount of capital that a company can issue. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന, നമ്മൾ എത്ര എമൗണ്ട് വെച്ചാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, എത്ര ക്യാപിറ്റൽ വെച്ചാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. It is the part of the authorized capital which is issued to the public for subscription. പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ. Then subscribed capital. It is that portion of the issued capital which is subscribed by public. കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആണെങ്കിലോ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് ഹാവ് കോൾഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിൽ നിന്ന് കോളപ്പ് ചെയ്യുന്നതാണ് കോളപ്പ് ഷെയർ ക്യാപിറ്റൽ. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദറ്റ് പോർഷൻ ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് അപ്പ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് പേ ഓഫ് ചെയ്യുന്നതാണ്. ദെൻ റിസർവ് ക്യാപിറ്റൽ. A limited company by passing a special resolution may set apart a portion of the uncalled capital as reserve capital. അതായത് it is that portion of the uncalled capital which is kept in reserve and which will be called up only on winding up of the company. ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ കോൾ ഓഫ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് ഷെയർസ്, വാട്ട് ഈസ് എ കമ്പനി, വാട്ട് ഈസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയർസ് ആണെന്നും ഈ ഷെയർസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.